വീണ്ടും ആശങ്കയിലാഴ്ത്തി വയനാട്ടിൽ നിന്നുള്ള മറ്റൊരു വാർത്ത കൂടി പുറത്തുവരികയാണ്. കനത്ത മഴയെ തുടർന്ന് മേപ്പാടിക്ക് സമീപം കള്ളാടിയിൽ നിർദ്ദിഷ്ട കോഴിക്കോട് വയനാട് തുരങ്കപ്പാതയുടെ നിർമ്മാണ മേഖലയിൽ വൻ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ അതിലോല പ്രദേശങ്ങളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഉരുൾപൊട്ടലുകളുടെ ശാസ്ത്രീയ കാരണങ്ങൾ എന്തൊക്കെയാണെന്നത് ഗൗരവകരമായ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഇന്ത്യയിലെ ഉരുൾപൊട്ടൽ പഠനങ്ങളുടെ നോഡൽ ഏജൻസിയായ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും കണക്കുകൾ പ്രകാരം രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 13 മുതൽ 15% വരെ പ്രദേശം നിരന്തരമായ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നവയാണ്. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിൽ പ്രധാനമായും 3 അപകട സാധ്യതയുള്ള ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. നിരന്തരമായ ഭൂചലനങ്ങളും ദുർബലമായ ഭൂപ്രകൃതിയും കാരണം മണ്ണിടിച്ചിൽ പതിവായ ഹിമാലയൻ നിരകളാണ് ഇതിൽ ആദ്യത്തേത്. മിസോറാം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ ദുർബലമായ അവസാദപാറകൾ കനത്ത മഴയിൽ പെട്ടെന്ന് തകർന്നു വീഴുന്ന വടക്കുകിഴക്കൻ മലനിരകളാണ് രണ്ടാമത്തെ മേഖല. പാറകൾക്ക് പകരം കട്ടിയുള്ള മണ്ണുള്ള കേരളം ഉൾപ്പെടുന്ന പശ്ചിമഘട്ടവും നീലഗിരിയുമാണ് മൂന്നാമത്തെ പ്രദേശം. ഇവിടെ കനത്ത മഴയിൽ മണ്ണ് വെള്ളം വലിച്ചെടുത്ത് ഒരു സ്പോഞ്ച് പോലെയാവുകയും ഒടുവിൽ ഭാരം താങ്ങാനാവാതെ താഴേക്ക് കുതിച്ചൊഴുകുകയും ചെയ്യുന്നു. കാലാവസ്ഥാ വ്യതിയാനവും തെക്കുപടിഞ്ഞാറൻ മൺസൂണുമാണ് ഇത്തരം ദുരന്തങ്ങളുടെ പ്രധാന കാരണമെന്ന് ഡെറാഡൂൺ ഡൂൺ സർവകലാശാലയിലെ ജിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിപിൻ കുമാർ ചൂണ്ടിക്കാട്ടുന്നു. മേഘവിസ്ഫോടനങ്ങൾ പോലുള്ള പ്രതിഭാസങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിതീവ്ര മഴ പെയ്യുന്നതിന് കാരണമാകുന്നു. ഇത് മണ്ണിന്റെ ഘടനയെ വലിയ തോതിൽ ദുർബലപ്പെടുത്തുകയും ദുരന്തങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നു. എന്നാൽ പ്രകൃതിദത്തമായ കാരണങ്ങൾക്കൊപ്പം മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ കൂടിയാകുമ്പോൾ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുകയാണ്. റോഡ് നിർമ്മാണത്തിനായി മലയടിവാരങ്ങൾ അശാസ്ത്രീയമായി ഇടിച്ചു നിരത്തുകയും ഭൂവിനിയോഗത്തിലെ മാറ്റങ്ങളും അപര്യാപ്തമായ ഡ്രെയിനേജ് സംവിധാനങ്ങളും മലയോരങ്ങളെ അതീവ ദുർബലമാക്കുന്നു. ഉത്തരേന്ത്യയിലെ വികസന മാതൃകകൾ അതുപോലെ കേരളത്തിൽ നടപ്പിലാക്കാനാകില്ലെന്നും ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിക്കും ആവാസ വ്യവസ്ഥയ്ക്കും അനുയോജ്യമായ നിർമ്മാണ രീതികളാണ് വേണ്ടതെന്നും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക വീണ മൂരത്തൂർ വ്യക്തമാക്കുന്നു. ഉരുൾപൊട്ടൽ മുൻകൂട്ടി അറിയുന്നതിനായി കേന്ദ്ര സർക്കാർ ഭൂസ്ഖലൻ, ഭൂസങ്കേത് തുടങ്ങിയ ആപ്പുകളും പോർട്ടലുകളും പുറത്തിറക്കിയിട്ടുണ്ട്. എങ്കിലും എവിടെ ഉരുൾപൊട്ടലുണ്ടാകും എന്ന് പ്രവചിക്കുന്നതിനൊപ്പം എപ്പോൾ ഉണ്ടാകും എന്ന കൃത്യമായ മുന്നറിയിപ്പ് സംവിധാനം ജപ്പാൻ, സ്വിറ്റ്സർലൻഡ് പോലുള്ള രാജ്യങ്ങളുടെ മാതൃകയിൽ ഇവിടെയും അനിവാര്യമാണെന്നത് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു പ്രദേശത്തെ ആവാസ വ്യവസ്ഥയും ഭൂഗർഭശാസ്ത്രവും കൃത്യമായി പഠിക്കാതെ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പാണ് ഓരോ ദുരന്തവും നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.